ഹലോ, നമുക്കിന്നൊരു വെറൈറ്റി പിടിച്ചാലോ? നമുക്കിന്നൊരു മണ്ടൽ ആർട്ട് ചെയ്യാം. മണ്ടൽ ആർട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഞാനിവിടെ ഒരു ഹാഫ് മണ്ടല എടുക്കുന്നുള്ളൂ. അതിനുവേണ്ടി ഞാൻ ഹാഫ് പോർഷനിൽ മാത്രമായിട്ട് ഒരു റൗണ്ട് ഹാഫ് മാത്രമേ ഇവിടെ വരച്ചിട്ടുള്ളൂ. പിന്നെ എൻ്റെ വീഡിയോ കണ്ടിന്യൂ കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ കോമ്പസ് കൊണ്ടല്ല ഞാൻ റൗണ്ടൊക്കെ വരയ്ക്കുന്നത്, ഒരു പേപ്പർ കൊണ്ടാണ്. എങ്ങനെ പേപ്പർ കൊണ്ട് റൗണ്ട് വരയ്ക്കാമെന്നുള്ള വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ നേരത്തെ ഇട്ടിട്ടുണ്ട്. പുതുതായിട്ട് എൻ്റെ ചാനലൊക്കെ കാണുന്ന ആൾക്കാർ ഒന്ന് അത് പോയി കാണാൻ ശ്രമിക്കണം. കാരണം നമ്മളുടെ എല്ലാവരുടെയും വീട്ടിൽ കോമ്പസ് ഒന്നും ഉണ്ടാകാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ കോമ്പസിന് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കുന്നവർക്കും ഇത് ഉപകാരപ്പെടും. അപ്പോൾ എന്തായാലും ഞാനിവിടെ പിൻ ചെയ്ത് കൊടുത്തേക്കാം. നിങ്ങൾ പറ്റണമെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണണം. പിന്നെ ഈ മണ്ടൽ ആർട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് കാണുമ്പോഴത്തേക്ക് അയ്യടാ ഇത് ഭയങ്കര പാടാണെന്നൊക്കെ ഓർക്കും. പക്ഷേ അങ്ങനെ ഒന്നുമില്ല. വെവ്വേറെ ഡിസൈനാണ് ഓരോ റൗണ്ടിലും നമ്മൾ കൊടുക്കണമെന്നുള്ള ഒരു വ്യത്യാസം മാത്രമേ ഇതിനുള്ളൂ. ആ ഡിസൈനൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എളുപ്പമുള്ളതോ പാടുള്ളതോ ഭംഗിയുള്ളതോ ഒക്കെ ആയിട്ട് നമുക്ക് കസ്റ്റം ചെയ്തെടുക്കാവുന്നതുള്ളൂ. ഇപ്പം ഞാൻ കുറേ ഡിസൈൻ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങളിത് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ എന്താണ്, നിങ്ങൾക്കിഷ്ടമുള്ള ഡിസൈനിലൊക്കെ ഇത് ട്രൈ ചെയ്യാം. എൻ്റെയും കാര്യം അങ്ങനെയൊക്കെ തന്നെ. ഞാൻ ഏതെങ്കിലുമൊക്കെ വീഡിയോ പിൻട്രസ്റ്റിൽ നിന്നൊക്കെ ഫോട്ടോയൊക്കെ കാണുമ്പോഴത്തേക്ക് ഇതുപോലെ വരയ്ക്കാമെന്നോർത്ത് ഓരോന്ന് വരയ്ക്കുന്നത്. പക്ഷേ ചില സമയത്ത് എനിക്ക് ആ ഫോട്ടോയിൽ കാണുന്ന പോലെ തന്നെ വരച്ചെടുക്കാൻ ആർക്കൊണ്ടും പറ്റത്തില്ല. എനിക്ക് എന്തായാലും പറ്റത്തില്ല. അപ്പം എൻ്റെ ആയിട്ടുള്ള രീതിയിൽ ഞാനത് മോഡിഫൈ ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് വേറൊരു പുതിയ ഡിസൈനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് ഞാൻ വരയ്ക്കണത് എനിക്ക് ഇച്ചിരിയും കൂടി ഇഷ്ടപ്പെട്ട പോലെ എനിക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ വരയ്ക്കണത് നിങ്ങൾക്ക് പറ്റുന്നില്ലെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ വരയ്ക്കണേക്കാളും നന്നായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വരയ്ക്കാൻ പറ്റിയെന്നിരിക്കും. അതുകൊണ്ട് ഞാൻ വരയ്ക്കണേക്കെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എനിക്ക് വ്യൂസൊക്കെ കിട്ടാറുണ്ട്. ലൈക്കും കമൻറ്റും ഒന്നും അത്രയും അധികം എനിക്ക് കിട്ടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തന്നെ ലൈക്ക് ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കണം, സബ്സ്ക്രൈബും ചെയ്യണം, അത് മറക്കരുത്. അങ്ങനെ പറഞ്ഞ് നമ്മൾ ഇതേ ലാസ്റ്റ് ലുക്കിലേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ലാസ്റ്റത്തെ ഒരു സ്റ്റെപ്പെന്ന് പറയണത്. ഇതും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചു കൊടുക്കാവുന്നേ. ഞാനിവിടെ ആദ്യം പെൻസിൽ കൊണ്ട് വരച്ചത് മായ്ക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്കും ഞാൻ ജെൽ പെന്നുകൊണ്ട് വരച്ചേക്കണത് എന്തോ ഉണങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ ആ ഭാഗം കുറച്ച് കീറി പോയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇങ്ങനെയൊക്കെ മായ്ക്കുമ്പോഴത്തേക്കും പ്രത്യേകം ശ്രദ്ധിക്കണം. കാരണം ജെൽ പെന്ന് ഉണങ്ങിക്കഴിഞ്ഞ ശേഷം മാത്രം അത് മായ്ക്കാൻ ശ്രമിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.